ഹായ് കൂട്ടുകാരെ. അപ്പോൾ ദേ 3 ദിവസത്തെ തലകറക്കത്തിന് ശേഷം ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം ആശുപത്രിയിലൊക്കെ ഒന്ന് പോയി, കാരണം ഒട്ടും പിടിച്ചിട്ട് നിൽക്കണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. എപ്പോഴും പോയി കാണുന്ന ഡോക്ടർ തന്നെ, അതുകൊണ്ട് തന്നെ ഡോക്ടർ വായിലിരിക്കുന്ന കുറേ ചീത്ത കേട്ടോ എനിക്ക്. ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി മനഃപൂർവ്വം അസുഖം വരുത്തി വെക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു 20 ദിവസത്തേക്ക് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും നിലവിൽ ഓക്കെ ആണ്. ഇനിയപ്പോൾ ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തിങ്കളാഴ്ച തുടങ്ങി ജോലിക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സൺഡേ ആയിട്ട് ഞാനും പിള്ളേരും കൂടി ചിറ്റയുടെ അവിടെയുള്ള അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങൾക്ക് പോയി തൊഴാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് എന്തായാലും സൺഡേ ആണല്ലോ, അപ്പോൾ പകൽപൂരം അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. സൺഡേ ആണല്ലോ, പിള്ളേരെ കുത്തിപ്പൊക്കാൻ കുറച്ച് പാടുപെട്ടു. നല്ല വെയിലുണ്ട്, നല്ല വെയിലത്താണ് പോകുന്നത്. എന്നാലും കുഴപ്പമില്ലാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്കുണ്ട്, വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല. പിന്നെ അത്യാവശ്യം കുത്തിക്ക് കയറ്റിയ ഒരു സ്ഥലത്തേക്ക് വണ്ടി വെച്ചിട്ടുണ്ട്, ഇനി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം നല്ല വെയിലായത് കാരണം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വെയിലത്താണല്ലോ അവിടെ നിന്ന് ഇവിടെ വരെ വന്നതും. അപ്പോൾ വെയിൽ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞൂന് ആനേനെ തൊടണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. കാര്യമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനും ആനേനെ തൊട്ടിട്ടില്ല, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടൂസ് ആനേനെ തൊട്ടിട്ടൊക്കെ ഉണ്ട്. ആനയുടെ വായിൽ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലമാണ്ട് കുട്ടൂസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു അതിന് ദൂരെ നിന്ന് ടാറ്റ കൊടുക്കുന്നുണ്ട്, എന്നെ നോക്കാനേ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. പാപ്പാമാരൊക്കെ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട് കുഞ്ഞുവിൻ്റെ സംസാരങ്ങളും ഇതൊക്കെ കണ്ടിട്ട്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിയായി, ഈ ആനയെങ്ങാനും മതമിളകി വന്നാലോ എന്ന് വെച്ച് പേടി. പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ആനേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊട്ടും മേളമൊക്കെ ഒരു അടിപൊളി ലുക്കല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കാണണം, ഉത്സവത്തിനും പെരുന്നാളിനും അങ്ങനെയൊക്കെ പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുട്ടൂസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടൂസും വന്നിരുന്ന് ആനേനെയൊക്കെ കാണണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂടുണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കുഞ്ഞുവിൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഇവരുടെ പുറകെ ഓടി നടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡിന് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു, പായസമൊക്കെ മേടിച്ചു. പാലട ഉണ്ടായിരുന്നു, പായസം 2-3 ഗ്ലാസ് പാലടയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ട് ആനേനെ തൊടാനായിരുന്നു പ്ലാൻ, പക്ഷെ അത് നടന്നില്ല. ആനയുടെ അടുത്തൊക്കെ പോയി നോക്കി, പക്ഷെ അവിടെ പാപ്പാമാരൊന്നും സമ്മതിക്കില്ല എന്ന് വിചാരിച്ചു. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് നാണം കിട്ടാലോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ചോദിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 2:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. ചിറ്റയുടെ വീട്ടിലോട്ട് പോന്നു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വെയിലത്ത് പോകണ്ട. എനിക്ക് കുറച്ച് നേരം വെയിലത്ത് നിന്നപ്പോൾ തന്നെ തലവേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് ഒന്ന് വെയിലൊക്കെ ആറിയിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലോട്ട് വന്നു. പിള്ളേരപ്പോൾ ഇവിടെ ഇരുന്ന് കൊച്ചു ടി വി അല്ല, യൂട്യൂബിൽ എന്തോ പരിപാടി കാണുന്നത്. കുറേ നേരം വിളിച്ചിട്ടാണ് പോവാൻ സമ്മതിച്ചിട്ടാണ്. ഇപ്പോൾ വിളിക്കുമ്പോൾ പറയും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ട് പോയതായിരുന്നു. പിന്നെ അവിടെ അതിനിടയ്ക്ക് വിരുന്നുകാരൊക്കെ വന്നു, ഉത്സവമാണല്ലോ. അപ്പോൾ വിരുന്നുകാരൊക്കെ വന്നു, അവരോടൊക്കെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. പിന്നെ ചിറ്റോടൊക്കെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു 4 മണി 4:15 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യം പണിയുണ്ട്, നാളെ തുടങ്ങി ജോലിക്ക് പോകണമല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും ചെയ്യാതെയാണ് പോകുന്നത്. രാവിലെ എണീറ്റ് ബ്രെഡ് കഴിച്ചിട്ട് നേരെ റെഡി ആയിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടൂസിന് അവിടെ നിന്ന് അമ്മൂമ്മ എന്താണ്ടൊക്കെ സാധനങ്ങൾ പിറക്കി കൊടുത്തിട്ടുണ്ട്. മിഠായിയോ ചോക്ലേറ്റോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ചിറ്റയുടെ വീട്ടിൽ നിറയെ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ ചെടി ഇനി കൂടുതലുണ്ടായിരുന്നതാണ്, ഇപ്പോൾ ചെടിയൊക്കെ പോയി. ഇപ്പോൾ പണ്ടത്തെ അത്ര ചെടികളൊന്നുമില്ല, കുറവായിട്ടുണ്ട് ചെടികളൊക്കെ. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ കുഞ്ഞുവിനെ നോക്കിയപ്പോൾ കുഞ്ഞുവിനെ കാണില്ല. കുഞ്ഞു അപ്പുറത്തെ വീട്ടിൽ പോയേക്കാണ്, കൂട്ടുകാരോടൊക്കെ ടാറ്റ പറയാൻ വേണ്ടിയിട്ട് കുഞ്ഞു അപ്പുറത്തെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞുവിനെ വിളിച്ചിട്ട് വന്ന് മുറ്റത്ത് ഇറങ്ങിയിട്ടും കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് വീട്ടിലോട്ട് പോകുന്നത്.
ഇതുങ്ങളെ വിളിച്ച് ഒരു കാര്യത്തിന് വിളിച്ചാൽ അടുത്ത കാര്യത്തിന് അങ്ങോട്ട് പോകും. അങ്ങനെയായിരുന്നു. അവസാനം ഞാൻ ഒരു വിധത്തിൽ ഞങ്ങൾ 3 പേരും കൂടി വീട്ടിലോട്ട് വന്നു കേട്ടോ. വെയിലില്ല, എന്നാൽ ചെറിയ വെയിലുണ്ട്. വലിയ വെയിൽ ഉച്ചയ്ക്കൊക്കെയുള്ള പോലത്തെ വലിയ വെയിലൊന്നുമില്ല. അപ്പം ഞങ്ങൾ നേരെ കടയിലൊന്നും കയറാതെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. അത്യാവശ്യം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊന്നും ഞാൻ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഫുഡ് വെക്കണം, അടിച്ചു വാരണം, തുടയ്ക്കണം, അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഇങ്ങനെ തീർന്നു. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അമ്പലത്തിലൊക്കെ ആയിരുന്നു, ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.